കട്ടപ്പന നഗരസഭാ മൈതാനിയിൽ നടക്കുന്ന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയുള്ളതായി പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ ചെയർമാൻ ശുപാർശ ചെയ്തു. കട്ടപ്പന നഗരസഭാ കൗൺസിലിന്റെ അനുമതിയോടെയാണ് സ്വകാര്യ കമ്പനി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പ്രദർശനമേളയ്ക്ക് നൽകിയ അനുമതിയുടെ പേരിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ളവ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്നു എന്നാണ് ആരോപണം. ഇതിലൂടെ നികുതി ഇനത്തിലും വാടക ഇനത്തിലും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതായി പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. ഇതിന് മുൻകാലങ്ങളിൽ ഒരു ദിവസം 1 ലക്ഷം രൂപയോളം മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 90,000 രൂപയോളം നഷ്ടം ഈ മുനിസിപ്പാലിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മുൻ വർഷങ്ങളിൽ 1 ലക്ഷം രൂപ ദിവസ വാടക വാങ്ങിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇത്തവണ 7,000 രൂപയാണ് വാടകയെന്നും ഇത് ക്രമക്കേടാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നതോടെ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റമുണ്ടായി. ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി കൗൺസിലിന് മറുപടി നൽകി. അഴിമതി ആരോപണം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും കൂടുതൽ തുക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കി ഞങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് ഞങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമല്ല ഇതിനകത്ത് അഴിമതി എന്ന് പറയാനൊക്കത്തുള്ളൂ. ആരും അതിനകത്ത് കൂടിയ റേറ്റ് ആരും കോട്ട് ചെയ്തിട്ടില്ല, ആരും തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി.